ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കൃഷ്ണഗിരി വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങൾക്ക് കണ്ണീരോടെ വിട നൽകി നാട്. ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിനികളായ ദിവ്യ, ദീപു എന്നിവരാണ് മരിച്ചത്. ദിവ്യയുടെ മൃതദേഹം ഭർത്താവിന്റെ വീടായ പട്ടാമ്പി കരിമ്പുള്ളിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. 12 മണിയോടെ ദിവ്യയുടെയും ദീപുവിന്റെയും മൃതദേഹം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ പനമണ്ണയിലെ വസതിയിലെത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ അമ്പലവട്ടത്തെ മണിയൻതോട്ടിൽ വീട്ടിലേക്ക് നിരവധി പേരെത്തി. ദിവ്യയുടെ മൃതദേഹം രാവിലെ 9 മണിയോടെ കരിമ്പുള്ളിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലെത്തിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ കൃഷ്ണഗിരിയിലാണ് അപകടമുണ്ടായത്. വിനീത്, ഭാര്യ ദിവ്യ, 2 കുട്ടികൾ, വിനീതിന്റെ അമ്മ സരോജിനി, ദിവ്യയുടെ മാതാപിതാക്കളും അനിയത്തിയും അനിയനും കൂടി ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്നു. ഇവർ യാത്ര ചെയ്യുന്നതിനിടെ പഞ്ചറായ കാറിന്റെ ചക്രം മാറ്റിയ ശേഷം കേടായ ചക്രം കാറിന്റെ ഡിക്കിയിലേക്ക് തിരികെ വയ്ക്കുന്നതിനിടെ പിറകെ വന്ന ടോറസ് ലോറി ഇരുവരുടെയും ജീവൻ എടുക്കുകയായിരുന്നു. ദീപക് ചക്രം കാറിലേക്ക് വയ്ക്കുന്നതിനിടെ സഹോദരിയായ ദിവ്യയായിരുന്നു മൊബൈൽ ഫ്ലാഷ് പ്രകാശിപ്പിച്ചിരുന്നത്. അപകട സ്ഥലത്തു നിന്നും കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികൾ ഒഴികെ കാറിനുള്ളിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും അപകടത്തിൽ പരിക്കുണ്ട്. പരിക്കേറ്റവർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.